ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് പരിശുദ്ധ ഖുർആനിലെ 101-ാമത്തെ പേജാണ് നമ്മൾ അർത്ഥവും ആശയവും മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. സൂറത്തുൻ നിസായിലെ 141 തുടങ്ങി 147 വരെയുള്ള ആയത്തുകളാണ് ഈ പേജിലുള്ളത്. ഇതുവരെ നമ്മൾ കണ്ടത് സത്യവിശ്വാസികളെയും കപടവിശ്വാസികളെയൊക്കെ അഭിമുഖീകരിച്ചുകൊണ്ടുള്ള ആയത്തുകളാണ് അല്ലെ. നമ്മൾ ലാസ്റ്റ് പറഞ്ഞത് ഒരു സദസ്സിൽ അള്ളാഹുവിന്റെ ആയത്തുകളെ പരിഹസിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കളവാക്കുന്ന ഒരു സദസ്സിൽ നമ്മൾ ഇരിക്കുകയാണെങ്കിൽ, ഒരു സത്യവിശ്വാസി ഇരിക്കുകയാണെങ്കിൽ അവിടുന്ന് എഴുന്നേറ്റ് പോകണം, അവര് മറ്റൊരു സംസാരത്തിൽ മുഴുകുന്നത് വരെ എന്നാണ് നമ്മൾ ലാസ്റ്റ് മനസ്സിലാക്കിയത് അല്ലെ. ഇനി വീണ്ടും അള്ളാഹു ഈ പേജിലും കപടവിശ്വാസികളെ കുറിച്ച് തന്നെയാണ് പറയണത്. അവരുടെ ഒരു സ്വഭാവം പറയാണ്. ഈ കപടവിശ്വാസികള് സത്യവിശ്വാസികൾക്ക് എന്തെങ്കിലും ആപത്ത് വരുന്നുണ്ടോ എന്ന് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. എന്താണ് സത്യവിശ്വാസികളുടെ അവസ്ഥ എന്ന്. കാരണം ഇവർക്ക് വിശ്വാസം ഉറച്ചിട്ടില്ലാത്ത ആൾക്കാരാണ്. ഇവർക്ക് സത്യവിശ്വാസികളോട് അത്ര സ്നേഹമൊന്നുമില്ല അല്ലെ. അവര് തരം കിട്ടുമ്പോ രണ്ട് കൂട്ടരുടെ അടുത്തേക്കും ചായും. അവർക്ക് എവിടെയാണോ ലാഭം കിട്ടണത് അങ്ങോട്ട് മാറാനാണ് അവർക്ക് ഇഷ്ടം. അപ്പൊ ഇവരിങ്ങനെ സത്യവിശ്വാസികളെ നോക്കിയിരിക്കുകയാണ്. ഇവർക്ക് വല്ല വിജയം കിട്ടണുണ്ടോ അല്ലെങ്കിൽ തോൽവി കിട്ടുന്നുണ്ടോ എന്നൊക്കെ. വിജയം കിട്ടിക്കഴിഞ്ഞാൽ ഇവരെന്ത് ചെയ്യും? വേഗം ഇവരുടെ അടുത്തേക്ക് വരും. സത്യവിശ്വാസികളുടെ അടുത്ത് പറയും, ഞങ്ങൾ നിങ്ങളുടെ ഒപ്പം തന്നെയാണ് കേട്ടോ, യുദ്ധത്തിന് വന്നില്ല എന്നുള്ളൂ, വരാൻ പറ്റിയില്ല, നമുക്ക് ഇവിടെ വീട്ടിൽ സ്ത്രീകൾ മാത്രം ഉണ്ടായിരുന്നുള്ളൂ, അല്ലെങ്കിൽ ഈത്തപ്പഴം കായ്ച്ചു നിൽക്കണ ഒരു വിളവെടുക്കണ ഒരു സമയമായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് വരാൻ പറ്റാതെ, അങ്ങനെ പല ന്യായങ്ങളും പറഞ്ഞവരങ്ങോട്ട് ചെല്ലും. നമ്മൾ നിങ്ങളുടെ കൂടെ തന്നെയാണ് കേട്ടാ എന്നൊക്കെ പറഞ്ഞിട്ട്. എന്തിനാണ് അവർക്ക് അതിൽ നിന്നൊരു ഓഹരി കിട്ടാനായിട്ട്. ഇനി വിജയം അവിശ്വാസികൾക്കാണ് ഉണ്ടായെന്നൊക്കെ. അപ്പൊ അവര് അവിടെയും ചെല്ലും. ചെന്നിട്ട് പറയും, എന്താ ഞങ്ങള് സത്യവിശ്വാസികളെ കൂടെ യുദ്ധത്തിന് പോവാഞ്ഞോണ്ടാണ് നിങ്ങൾ ജയിച്ചത്, ഞങ്ങൾ അവരെ കൂടെ കൂടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തോറ്റുപോയേനെ, അപ്പൊ നിങ്ങളെ ഞങ്ങൾ സഹായിക്കുകയാണ് ചെയ്തത് എന്ന് പറഞ്ഞ് ഇവരുടെ കൂട്ടത്തിൽ പോവും. അവിടെ നിന്നും അവർക്ക് കിട്ടണം. അതാണ് അവരുടെ ഉദ്ദേശം. അതാണ് അള്ളാഹു ഈ ആയത്തിലും പറഞ്ഞു തരുന്നത്. മുമ്പ് പറഞ്ഞ അതേ വിഷയം തന്നെയാണ്. ഇവരുടെ സ്വഭാവം നമുക്ക് അള്ളാഹു പറഞ്ഞു തരാണ്. ഇവരെങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇവർക്ക് ഉണ്ടാവാൻ പോണ നഷ്ടം എന്തൊക്കെയാണെന്നൊക്കെയാണ് അള്ളാഹു ഈ പേജിൽ പറഞ്ഞു തരുന്നത്. ആയത്ത് നമുക്ക് നോക്കാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الذين يتربصون بكم فإن كان لكم فتح من الله قالوا ألم نكن معكم وإن كان للكافرين نصيب قالوا ألم نستحوذ عليكم ونمنعكم من المؤمنين فالله يحكم بينكم يوم القيامة ولن يجعل الله للكافرين على المؤمنين سبيلا. അല്ലദീന യാതൊരു കൂട്ടർ യതറബ്ബസൂന, തറബ്ബസ എന്ന് വെച്ചാൽ കാത്തിരിക്കുന്നു എന്നാണ്. അപ്പൊ അവര് കാത്തിരിക്കുകയാണ് ബിക്കും, നിങ്ങളെ പറ്റി. ആരാണ് ഈ നിങ്ങളെന്ന് പറയുന്നത്? സത്യവിശ്വാസികള്. അവരിങ്ങനെ നോക്കി കാത്തിരിക്കുകയാണ്. ഫഇൻ കാന ലക്കും, ഇൻ എങ്കിൽ, കാന ഉണ്ടായാൽ, ലക്കും നിങ്ങൾക്ക്, ഇനി നിങ്ങൾക്ക് ഉണ്ടായാൽ എന്ത്? ഫത്ഹൻ, ഫത്ഹ് എന്ന് വെച്ചാൽ വിജയം. നിങ്ങൾക്ക് ഒരു വല്ല വിജയം ഉണ്ടായാൽ മീൻ അള്ളാഹുവിൽ നിന്നും, ഖാലു അവര് പറയും, അലം നക്കും മാക്കും, ഞങ്ങള് നിങ്ങളുടെ കൂടെ തന്നെ ആയിരുന്നില്ലേ എന്ന് പറയും. വഇൻ കാനലിൽ കാഫിരീന, ഇനി അവിശ്വാസികൾക്കാണ് നസീബുൻ, ഒരു ഓഹരി കിട്ടിയത്, ഒരു വിജയം കിട്ടിയതെങ്കിൽ അവരെന്ത് പറയും? ഖാലു അവര് പറയും, അലം നസ്തഹ്വിദ് അലൈക്കും, ഞങ്ങള് സ്വാധീനം നേടിയില്ലേ നിങ്ങളുടെ മേൽ, അതായത് നിങ്ങൾക്കെതിരിൽ. വനംനാക്കും, ഞങ്ങള് തടുക്കുകയും ചെയ്തു. മന എന്ന് വെച്ചാൽ തടുത്തു, ഞങ്ങൾ തടുക്കുകയും ചെയ്തു. മിനൽ മുഅ്മിനീൻ, വിശ്വാസികളിൽ നിന്ന്. ഇവര് സത്യവിശ്വാസികളുടെ കൂടെ ചേർന്ന് യുദ്ധത്തിന് പോയെങ്കിൽ എന്തായാലും സത്യവിശ്വാസികളുടെ സംഘം കുറച്ചും കൂടി ശക്തിപ്പെട്ടാന്. അപ്പൊ ഈ കപടവിശ്വാസികൾ ഇടയിൽ വെച്ച് തിരിഞ്ഞു പോരുകയോ അല്ലെങ്കിൽ പോവാണ്ട് എന്തെങ്കിലും കാരണമൊക്കെ പറഞ്ഞ് കള്ളത്തരൊക്കെ പറഞ്ഞ് പോവാണ്ടിരുന്ന എന്താണ്ടാവുക? സത്യവിശ്വാസികൾക്ക് ആൾബലം കുറയും. അതപ്പോ ഒരു തരത്തില് ഈ കപടവിശ്വാസികളെ സഹായിക്കലാണ്. അപ്പൊ അതാണ് ഇവര് പറയണത്. അപ്പൊ ഞങ്ങള് നിങ്ങൾക്ക് സ്വാധീനം നേടി തന്നില്ലേ, ഞങ്ങളും കൂടി പോയിരുന്നെങ്കിൽ നിങ്ങൾ തോറ്റുപോയാനായിരുന്നു എന്നൊക്കെയാണ് ഇവര് പറയണത്. അപ്പൊ അവിടെ നിന്ന് ഓഹരി വേണം അവർക്ക്. അപ്പൊ ഫല്ലാഹു, അള്ളാഹു പറയാണ്, എന്നാൽ അള്ളാഹു യഹ്കുമു ബൈനക്കും, ഹക്കമ വിധിച്ചു. അപ്പൊ അള്ളാഹു യഹ്കുമു വിധിക്കും, ബൈനക്കും നിങ്ങൾക്കിടയിൽ, യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ. നിങ്ങൾക്കിടയിൽ എന്ന് വെച്ചാൽ ഈ സത്യവിശ്വാസികൾക്കും കപടവിശ്വാസികൾക്കും അവിശ്വാസികൾക്കും ഇടയിൽ അള്ളാഹു ഒരു വിധി
ഖിയാമത്ത് നാളില് നടപ്പാക്കും. അള്ളാഹു ഉണ്ടാക്കുകയേയില്ല ലിൽ കാഫിരീന വിശ്വാസികൾക്ക് അലൽ മുഅ്മിനീന സത്യവിശ്വാസികളുടെ എതിരിൽ സബീല ഒരു മാർഗം. അതായത് ഒരിക്കലും അവിശ്വാസികള് സത്യവിശ്വാസികളെക്കാൾ മേലെയാകില്ല. താൽക്കാലികമായ വിജയമൊക്കെ അവർക്ക് ഉണ്ടാവും, പക്ഷെ ആത്യന്തികമായി വിജയം സത്യവിശ്വാസികൾക്ക് തന്നെ ആയിരിക്കും എന്നൊരു ആശ്വാസമാണ് അള്ളാഹുവിടെ പറയണത്. ഇത് സത്യവിശ്വാസികൾക്ക് ആശ്വാസവും കപട വിശ്വാസികൾക്ക് ഒരു താക്കീതുമാണ്. നിങ്ങൾ ഇനി ആരുടെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി ചേർന്നിട്ടൊന്നും കാര്യമില്ല, നിങ്ങൾ ഒരിക്കലും വിജയിക്കാൻ പോണില്ല. അള്ളാഹു ഒരിക്കലും അവിശ്വാസികൾക്കൊരു നേരായ മാർഗം അല്ലെങ്കിൽ വിജയത്തിന്റെ ഒരു മാർഗം ഉണ്ടാക്കി തരൂല എന്നാണ് അള്ളാഹു പറയണത്. അടുത്ത ആയത്തിൽ അള്ളാഹു ഈ കപട വിശ്വാസികളെ നമസ്കാരത്തെ കുറിച്ചിട്ടാണ് പറയണത്. ഇവരുടെ ഓരോരോ സ്വഭാവങ്ങൾ അള്ളാഹു നമുക്ക് കാണിച്ചു തരാണ് അല്ലെ. അപ്പൊ ഇവര് എന്താ ചെയ്യണത്? ഇവര് അള്ളാഹുവിനെ വഞ്ചിച്ചു എന്നാണ് ഇവരൊരു വിശ്വാസം. ഞങ്ങൾ അള്ളാഹിനെ പറ്റിച്ച് അല്ലെങ്കിൽ സത്യവിശ്വാസികളെ പറ്റിച്ച് പ്രവാചകനെ പറ്റിച്ച് എന്നൊക്കെയാണ് ഇവര് വിചാരിക്കണത്. പക്ഷെ അള്ളാഹു പറയാണ് അവരെ തന്നെയാണ് വഞ്ചിക്കണത്. നമ്മൾ സൂറത്തുൽ ബഖറയുടെ ആദ്യ ഭാഗത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു, അതേ ആശയം തന്നെയാണ് ഇവിടെയും പറയണത്. ആയത്ത് നമുക്ക് നോക്കാം. إن المنافقين يخادعون الله وهو خادعهم وإذا قاموا إلى الصلاة قاموا كسالى يراءون الناس ولا يذكرون الله إلا قليلا ഇന്നൽ മുനാഫിഖീന നിശ്ചയമായും കപട വിശ്വാസികൾ യുഖാദിഊന ഖാദഅ വഞ്ചിച്ചു, അവർ വഞ്ചിക്കുന്നു അള്ളാഹുവിനോട് വഞ്ചന പ്രവർത്തിക്കുകയാണ് അവര്. വഹുവ ഖാദിഅഹും അവനാകട്ടെ അവരെ വഞ്ചിക്കുന്നതുമാണ്. അങ്ങനെ പറഞ്ഞാൽ എന്താ? ഇവരെ തന്നെ വഞ്ചിക്കുകയാണെന്നാണ് ഉദ്ദേശം. അള്ളാഹു അവരെ വഞ്ചിക്കുന്നു എന്ന് പറഞ്ഞാല് എന്താ? അവർക്ക് ഇവിടെ ഈ ലോകത്ത് പല കാര്യങ്ങളും അവർക്ക് നല്ലതാക്കി തോന്നിപ്പിക്കുന്നു, അവസാനം അവര് ചെന്ന് ചാടുന്നത് എങ്ങനെയാണ്? നരകത്തിലേക്കാണ്. അപ്പൊ അങ്ങനെ അള്ളാഹു അവരെ വഞ്ചിക്കുന്നു. ഇതാ കാമു, ഇതാന്ന് വെച്ചൊരു സന്ദർഭം. കാമാന്ന് വെച്ചാൽ നിന്നു. കാമു അവർ നിന്നു. എവിടെ നിൽക്കണേ? ഇല സ്വലാത്തി നമസ്കാരത്തിലേക്ക്. അവര് നമസ്കരിക്കാനായിട്ട് വന്ന് നിന്നാൽ കാമു കുസാല അവര് മടിയന്മാരായിട്ടാണ് വന്ന് നിൽക്കണത്. യുറാഊനന്നാസ അവര് ജനങ്ങളെ കാണിക്കുവാനും. അറാന്ന് വെച്ചാല് കാണിച്ചു എന്നാണ്. അപ്പൊ അറ യുരി യുറാഊന അവര് കാണിക്കുകയും ചെയ്യുന്നു അന്നാസ മനുഷ്യരെ. വലായൻകുറൂനല്ലാഹ അവര് അള്ളാഹുവിനെ ഓർക്കുന്നില്ല. ഇല്ല കലീല അല്പമല്ലാതെ. നമ്മൾ ഈ നമസ്കരിക്കാൻ വന്ന് നിൽക്കുമ്പോ എന്താ വേണ്ടത്? നമുക്ക് അള്ളാഹുവിനോടുള്ള സംസാരമാണ് അല്ലെ. അള്ളാഹുവിനെ ഓർക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളോട് നമസ്കരിക്കാൻ പറഞ്ഞത്. കൃത്യസമയത്തിന് നമസ്കരിക്കുന്നതിനാ ഓരോ സന്ദർഭത്തിലും നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കാൻ. ആ ഒരു ഓർമ്മ ഇല്ലാണ്ട് ഇവര് വന്ന് നിൽക്കണത് എന്താ? ആൾക്കാരെ കാണിക്കണം എന്ന് പറയാൻ കാരണം എന്താ? അന്നത്തെ കാലഘട്ടത്ത് സത്യവിശ്വാസികളെയും അവിശ്വാസികളും തമ്മിലുള്ള ഒരു വേർതിരിച്ചറിയണത് നമസ്കാരമായിരുന്നു. നമസ്കരിക്കാൻ വരണ ഒരാളാണോ എന്നാൽ അയാൾ സത്യവിശ്വാസിയാണ്. നമസ്കരിക്കാത്ത ഒരാൾ ആരാണ്? അവിശ്വാസിയാണ്. അപ്പൊ 5 നേരം പള്ളിയിൽ എങ്ങനെയെങ്കിലുമൊക്കെ അവരെത്തും. കാരണം എത്തിയില്ലെങ്കിൽ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നിൽക്കാൻ പറ്റില്ല. അപ്പൊ എങ്ങനെയെങ്കിലുമൊക്കെ മടി പിടിച്ച് ജമാഅത്ത് തുടങ്ങുമ്പോ എത്തണമെന്നില്ല, ആൾക്കാരെ കാണിക്കലേ വേണ്ടു. അവസാനം സലാം വീട്ടുന്ന സമയത്തെങ്കിലും അവരെത്തി അവിടെ ആ പള്ളിയുടെ പരിസരത്തോ അല്ലെങ്കിൽ നമസ്കരിക്കാൻ ആളുകൾ കൂടുന്ന സ്ഥലത്ത് ഇവരുണ്ടാവും. എന്തിനാണ് അവര് വരുന്നത്? ആളുകളെ കാണിക്കാനാണ്. ഞാൻ നമസ്കാരക്കാരനാണ്, സത്യവിശ്വാസികളിൽ പെട്ട ആളാണെന്ന് കാണിക്കാനാണ് വരുന്നത്. അവര് വളരെ കുറച്ചല്ലാണ്ട് അള്ളാഹുവിനെ ഓർക്കണില്ല എന്നാണ് അള്ളാഹു പറഞ്ഞു തരുന്നത്. ഈ കപട വിശ്വാസികൾ ഇശാ നമസ്കാരത്തിനും സുബഹി നമസ്കാരത്തിനും അങ്ങനെ വരൂല. കാരണം ഇരുട്ടാണല്ല, ആരും കാണൂല, ആരൊക്കെ വന്നത് എന്തൊക്കെയാണെന്നൊന്നും അറിയൂല. മനസ്സിലാവാത്തോണ്ട് ഇവര് പരമാവധി ആ നമസ്കാരത്തിൽ നിന്നൊക്കെ ഒഴിഞ്ഞു നിൽക്കാറുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, നമസ്കാരത്തിൽ വെച്ച് കപട വിശ്വാസികൾക്ക് ഏറ്റവും ഭാരമേറിയത് ഇശാ നമസ്കാരവും സുബഹ് നമസ്കാരവും ആകുന്നു. കാരണം അതിപ്പോ നമസ്കരിക്കാൻ വന്നാലും ആരും ചിലപ്പോ കണ്ടെന്ന് വരില്ല. ഇരുട്ടത്തായിരിക്കും വന്ന് നമസ്കരിച്ചിട്ട് പോണത്. അപ്പൊ പിന്നെ അതിൽ വലിയ കാര്യമില്ല. അവരുടെ ആഗ്രഹം നടക്കാത്തതുകൊണ്ട് അവര് വരുന്നില്ല. അതുകൊണ്ടാണ് അങ്ങനെ പറയണത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, ആ രണ്ടിലുമുള്ള പുണ്യം, അതായത് സുബഹി നമസ്കാരവും ഇശാ നമസ്കാരവും ജമാഅത്തായി നമസ്കരിക്കുന്നതിന്റെ പുണ്യം അവർക്കറിയാമായിരുന്നെങ്കിൽ അവർ മുട്ടിലഴഞ്ഞാണെങ്കിലും വരുമായിരുന്നു എന്ന്. അത്രയ്ക്കും അള്ളാഹുവിന്റെ അനുഗ്രഹവും പ്രതിഫലവും കിട്ടണ 2 ജമാഅത്ത് നമസ്കാരങ്ങളാണ് സുബഹിയും ഇശാവും. ഇപ്പൊ നമ്മളുടെ ഈ കാലഘട്ടത്താണെങ്കിലും ആളുകൾക്ക് മടിയാണല്ലേ. സുബഹിക്ക് നേരത്തെ എണീറ്റ് പള്ളിയിൽ പോവാന്ന് വെച്ചാൽ ഒത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ ഇശാനാണെങ്കിലും ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് ക്ഷീണിച്ചിരിക്കുന്നത്, അപ്പോ പോവാനും മടി കാണിക്കും. അപ്പൊ ഇവിടെ നമ്മൾ ഓർക്കേണ്ടത് ആ 2 നമസ്കാരത്തിന്റെ പ്രാധാന്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഹദീസിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, ഇങ്ങനെ ജമാഅത്തായി നമസ്കരിക്കാനായിട്ട് കൽപ്പന ഉണ്ടായിട്ട് വരാണ്ട്, ജമാഅത്തിന് വരാണ്ട്
ഇരിക്കണ ആളുകളുടെ വീട്ടിൽ ഞാനും കുറച്ച് ആളുകളും ഒരു വിറക് കെട്ടും കൊണ്ടുപോയി അവരെ അങ്ങോട്ട് കത്തിച്ചാലോ എന്ന് വരെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ അത്രയ്ക്കും ഈർഷ്യത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അവരോട് തോന്നിയിട്ടുണ്ടെന്നാണ് പറയണത്. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയണത് ഇങ്ങനെയാണ്: ഒരു കൊഴുത്ത ഞരമ്പോ അല്ലെങ്കിൽ നല്ല 2 കുളമ്പുകളോ കിട്ടുമെന്ന് അവരോട് പറഞ്ഞിരുന്നുവെങ്കിൽ അവര് നമസ്കാരത്തിന് വരുമായിരുന്നു. അപ്പൊ വീടുകളിൽ സ്ത്രീകളും കുട്ടികളും ഇല്ലായിരുന്നുവെങ്കിൽ അവരുടെ വീടുകൾ ഞാൻ അവരോട് കൂടെ തന്നെ കത്തിക്കുമായിരുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്. പിന്നെ കപട വിശ്വാസികളുടെ നമസ്കാരത്തെ കുറിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 3 പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞ ഒരു വചനം എങ്ങനെയാണ്: എന്താ, സൂര്യൻ അസ്തമിക്കുന്നത് വരെ കാത്തിരിക്കും, എന്നിട്ട് അസ്തമന സമയമാകുമ്പോൾ കോഴി കൊത്തും പോലെ അവൻ 4 കൊത്തു കൊത്തും. അതായത് നമസ്കരിക്കാൻ ഒട്ടും ഇഷ്ടമില്ല. അസർ നമസ്കാരത്തെ കുറിച്ചിട്ടാണ് ഈ പറയണത് അല്ലെ. അസർ ബാങ്ക് കൊടുത്ത് ആ മഗ്‌രിബ് തുടങ്ങാനാവണ ആ സമയം, സൂര്യൻ അസ്തമിക്കണ വരെ ഇങ്ങനെ കാത്തു നിന്നിട്ട് ആ സമയത്ത് പോയിട്ട് വേഗം അങ്ങോട്ട് സുജൂത്. ചിലവര് സുജൂത് ചെയ്യണാണല്ലേ, കോഴി കൊത്തണ പോലെ തന്നെയാണ് സുജൂദിലോട്ട് പോണം കാണാം, അപ്പൊ തന്നെ എണീക്കണം കാണാം. അങ്ങനെ ഒരു നമസ്കാരം നമസ്കരിക്കുന്നു. അപ്പൊ അത് കപട വിശ്വാസികളുടെ നമസ്കാരമാകുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 3 പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറയണത്. നമ്മളിപ്പോ നോക്കുമ്പോൾ നമ്മളെ ഈ ഒരു കാലഘട്ടത്തില് നമ്മൾ ഒരു ഏത് സംഘടന ആയിക്കോട്ടെ, ഏത് സംഘടനയാണെങ്കിലും അവർ ഇടയ്ക്കിടയ്ക്ക് മീറ്റിങ്ങുകൾ വെക്കുമല്ലേ. അപ്പൊ അതിന് ചെല്ലാത്ത ഒരു അംഗത്തെ, പാർട്ടി യോഗങ്ങളിലൊന്നും വരാത്ത ഒരു അംഗത്തെ കുറിച്ച് എന്താ നമ്മൾ വിലയിരുത്തുക? അയാൾക്ക് ഈ പാർട്ടിയോട് താല്പര്യമില്ല. ഇനി തുടർച്ചയായി പല യോഗങ്ങളിലും ഇയാൾ വന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ അയാളുടെ അംഗത്വം അങ്ങോട്ട് കട്ട് ചെയ്യും അല്ലെ, പാർട്ടി അംഗമായി നമ്മൾ കരുതൂല. അതുപോലെ തന്നെയാണ് നമസ്കാരമാണ് നമ്മളുടെ സത്യവിശ്വാസികളുടെ ഏറ്റവും വലിയ നിർബന്ധമായ ആരാധന. ആ നമസ്കാരത്തിന് വരാത്ത ആളുകളെ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ പെടുത്തൂല എന്നാണ് ഇവിടെ മനസ്സിലാക്കണത് നമ്മള്. അടുത്ത ആയത്തിൽ അള്ളാഹു പറയണ് ഈ കപട വിശ്വാസികള് അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കളിക്കുന്നവരാണെന്ന്, അവരെവിടെയും സ്ഥിരമായി നിൽക്കാത്ത ഒരാളുകളാണെന്നാണ് അടുത്ത ആയത്തിൽ പറയുന്നത്. ആയത്ത് നമുക്ക് നോക്കാം. മുദബ്ദബീന ബൈന ദാലിക ലാ ഇലാഹ ഉലാഇ വലാ ഇലാഹ ഉലാ വമൻ യുദ്ലിലില്ലാഹു ഫലൻ തജിദ ലഹു സബീലാ. മുദബ്ദബീന വെച്ചാല് ആടിക്കളിച്ചു കൊണ്ടിരിക്കുന്നവരാണ് അവര്. ബൈനദാലിക ഇതിനിടയിൽ, ഏതിന്റെ ഇടയിൽ? സത്യവിശ്വാസികളുടെ ഇടയിലും അവിശ്വാസികളുടെ ഇടയിലും. ലാ ഇലാഹ ഉലായി ഇക്കൂട്ടരിലേക്കും ഇല്ല, വലാ ഇലാഹ ഉലായി ആ കൂട്ടരിലേക്കും ഇവരില്ല. വമൻ യുദ്ലിലില്ലാഹു അള്ളാഹു ആരെയെങ്കിലും വഴിപിഴപ്പിച്ചാൽ ഫലൻ തജിദ ലഹു അവനെ എന്നാൽ നീ കണ്ടെത്തുകയില്ല അവന് സബീല ഒരു മാർഗവും. അങ്ങനെ അള്ളാഹു വഴികേടിലാക്കിയ ഒരാൾക്ക് ഒരു നേരായ മാർഗം നീ ഒരിക്കലും കണ്ടെത്തുകയില്ല പ്രവാചകരെ എന്നാണ് ഈ പറയണത്. അപ്പൊ നമ്മള് ഒരാളെ എത്രത്തോളം നമ്മൾ ക്ഷണിച്ചാലും ചില ആളുകൾ വരൂല അല്ലെ. അള്ളാഹു അവരെ വഴികേടിലാക്കിയിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് വഴികേടിലാക്കിയത്? അവരുടെ നിലപാടുകൾ അനുസരിച്ചിട്ടാണ്. അള്ളാഹു അല്ലാണ്ട് ഒരാളോടും അനീതി കാണിച്ചിട്ടല്ല. ഇനി അടുത്ത ആയത്തിൽ അള്ളാഹു സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറയാണ്: ഹേ സത്യവിശ്വാസികളെ, നിങ്ങൾ ഒരിക്കലും അവിശ്വാസികളെ മിത്രങ്ങളാക്കി വെക്കരുത്, അല്ലെങ്കിൽ നിങ്ങളുടെ കൈകാര്യകർത്താക്കളാക്കി വെക്കരുത്, സത്യവിശ്വാസികൾക്ക് പകരമായി എന്നാണ് പറയണത്. അതായത് നമ്മൾ ഒരിക്കലും മറ്റൊരു അന്യമതസ്ഥരെ കൂട്ടുകാരായി സ്വീകരിക്കാൻ പാടില്ല എന്നല്ല ഇവിടെ പറയണത്. ഇത് സന്ദർഭം വളരെ വ്യക്തമാണ്. ഒരു സമൂഹത്തില് സത്യവിശ്വാസികളും അവിശ്വാസികളും തിരിഞ്ഞു നിൽക്കണ ഒരു സമയമാണ്. അങ്ങനെ നിൽക്കണ ഒരു സമയത്ത് നിങ്ങളൊരു അവിശ്വാസിയെ പോയി കൂട്ടുപിടിച്ച് അല്ലെങ്കിൽ അയാളെ ഒരു ഉപദേശകനായി സ്വീകരിക്കാനോ അയാളെ ഏറ്റവും അടുത്ത മിത്രമായി സ്വീകരിക്കാനോ പാടില്ല എന്നാണ് പറയുന്നത്. ഖുർആനെ കുറിച്ച് അറിയാത്ത ആളുകൾ ഈ ഒരു ആയത്ത് മാത്രം എടുത്തിട്ട് ഇങ്ങനെ അർത്ഥം വായിച്ചു നോക്കിയിട്ട് പറയുന്നത് കണ്ടുക, ഖുറാനിൽ എന്താ പറഞ്ഞേക്കണേ, മുസ്ലിങ്ങളുടെ ഖുറാനിൽ പറഞ്ഞേക്കണതാണ് എന്താ, മുസ്ലിങ്ങളല്ലാണ്ട് വേറെ ആരായിട്ടും കൂട്ടുപാടില്ല എന്നാണ് പറയണത്. അതല്ല ഉദ്ദേശം. പല വിശ്വാസികളും ഒരുമിച്ച് ജീവിക്കണ ഒരു സമൂഹത്തിൽ നിങ്ങൾ പരസ്പരം സഹകരണത്തോടു കൂടി ജീവിക്കണം എന്നാണ് പറഞ്ഞത്. ഓരോരുത്തരുടെ വിശ്വാസം അവരുടെ വിശ്വാസം പോലെ മുന്നോട്ട് പോകുന്നു, പക്ഷെ ബാക്കി എല്ലാ കാര്യത്തിലും സഹകരിച്ചു പോകണം. പക്ഷെ ഇവിടെ അതല്ല സിറ്റുവേഷൻ. 2 ചേരിയായിട്ട് തിരിഞ്ഞിരിക്കുകയാണ്, സത്യവിശ്വാസികൾ ആൻഡ് കപട വിശ്വാസികൾ. ഇത് രണ്ടും ഉള്ളത്. അങ്ങനെ അവർ തമ്മിൽ യുദ്ധങ്ങൾ നടക്കുന്നുണ്ട് അല്ലെ, പല കരാറുകൾ നടക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ ഒരിക്കലും നിങ്ങൾ ഈ അവിശ്വാസികളെ പോയി കൂട്ടുപിടിക്കരുത് എന്നാണ് അള്ളാഹു പറയണത്. അങ്ങനെ പറയാൻ കാരണം എന്താ വെച്ചാല്, ഈ സത്യവിശ്വാസികളുടെ ലേബലിലുള്ള ആളുകളാണ് ആര്? കപട വിശ്വാസികള്. ഇവരെന്ത് ചെയ്യും എന്ന് വെച്ചാൽ ഇവർക്ക് അള്ളാഹുവിനെ പൂർണ്ണമായ വിശ്വാസമോ പ്രവാചകനോട് സ്നേഹമോ ഒന്നുമില്ല. അപ്പൊ ഇവർക്ക് തോന്നുകയാണ് ഈ റിസ്ക് തരണത് അള്ളാഹു ആണെന്നൊരു പൂർണ്ണ വിശ്വാസം ഉണ്ടെങ്കിൽ ഒരു യുദ്ധത്തിന് പോകാനായിട്ട് ഇവർക്ക് മടി കാണിക്കൂല അല്ലെ. അള്ളാഹു ആണ് നമുക്ക് ഉപജീവനം നൽകണത്, ഭക്ഷണം നൽകണത്, അല്ലെങ്കിൽ നമ്മുടെ ജീവൻ നൽകണത് എന്നൊക്കെ ഒരു പൂർണ്ണ വിശ്വാസം ഉണ്ടെങ്കിൽ എന്താ, എല്ലാം അള്ളാഹുല് തവക്കല് ചെയ്തിട്ട് ഇവർക്ക് പോകാൻ പറ്റും. പക്ഷെ ഇവരെ സംബന്ധിച്ചിടത്തോളം അതില്ലാത്തത് കൊണ്ട് ഇവരെന്താ വിചാരിക്കുക, യുദ്ധത്തിന് പോയാൽ ഞങ്ങളുടെ സ്വത്ത് പോവും, അല്ലെങ്കിൽ ഞങ്ങളുടെ ജീവൻ ആപത്താവും,
എന്നൊക്കെ വിചാരിച്ചിട്ട് ഇവരെന്ത് ചെയ്യും, കപട വിശ്വാസികൾ പോയിട്ട് അവിശ്വാസികളുമായിട്ട് ഒരു കൂട്ടുകെട്ട് ഉണ്ടാക്കും, ഒരു അഡ്ജസ്റ്റ്മെന്റ്. എന്താ, യുദ്ധമൊക്കെ നടക്കും, യുദ്ധം നടക്കുമ്പോൾ ഞങ്ങൾ ആ സൈഡിലായിരിക്കും ഉണ്ടാവുക, പക്ഷെ നിങ്ങൾ ഞങ്ങളുടെ സാധനങ്ങളൊന്നും നശിപ്പിക്കരുത്, എന്താ ഞങ്ങളുടെ തോട്ടം ഉണ്ട് അവിടെ, ആ തോട്ടത്തിൽ പോയി കേടുപാടൊന്നും വരുത്തരുത്, അല്ലെങ്കിൽ ഞങ്ങളുടെ ഒട്ടകങ്ങളുണ്ട്, അല്ലെങ്കിൽ ഞങ്ങളുടെ ആടുകളുണ്ട്, ഐറ്റങ്ങളൊന്നും കൊല്ലരുത്. അപ്പൊ ഒരു അഡ്ജസ്റ്റ്മെന്റ്, ഞങ്ങൾ നിങ്ങളുടെ ഒന്നും ചെയ്യൂല, യുദ്ധത്തിൽ പങ്കെടുക്കുന്നുണ്ട്, പക്ഷെ ഈ വക കുറെ അഡ്ജസ്റ്റ്മെന്റും ഒക്കെ ആയിട്ട് നടക്കുന്ന ആളുകൾ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. രഹസ്യമായി അവിശ്വാസികളുമായി ഒരു ബന്ധം സ്ഥാപിക്കുക. അപ്പൊ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ് അള്ളാഹു ഇവിടെ പറയണത്. ഇനി നിങ്ങൾ അങ്ങനെ ചെയ്താല് അത് നിങ്ങൾക്കെതിരെ നിങ്ങൾ അള്ളാഹുവിന്റെ അടുത്ത് ഉണ്ടാക്കണ ഒരു തെളിവാണെന്നാണ് പറയുന്നത്. അള്ളാഹ്ക്ക് നിങ്ങൾക്ക് ശിക്ഷിക്കാനായിട്ട് നിങ്ങളായിട്ട് തന്നെ ഒരു തെളിവ് ഉണ്ടാക്കി കൊടുക്കലാണെന്നാണ് അള്ളാഹു പറയണത് ഈ ആയത്തില്. ആയത്ത് നമുക്ക് നോക്കാം. يا أيها الذين آمنوا لا تتخذوا الكافرين أولياء من دون المؤمنين أتريدون أن تجعلوا لله عليكم سلطانا مبينا يا أيها الذين آمنوا ഹേ വിശ്വസിച്ചവരെ, ലാ തത്തഖിദു ഇത്തഖദ സ്വീകരിച്ചു, തത്തഖിദു നിങ്ങൾ സ്വീകരിക്കരുത്, അൽ കാഫിരീന അവിശ്വാസികളെ, ഔലിയ ഔലിയ എന്ന് വെച്ചാൽ മിത്രങ്ങള്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ ഉപദേശകനായി സ്വീകരിക്കുന്ന ആളുണ്ടാവുമല്ലോ, കൂടിയാലോചനയൊക്കെ നടത്തി എന്ത് തീരുമാനിക്കണം എന്നൊക്കെ ചെന്ന് ചോദിക്കണ ഒരാള്, അങ്ങനെ ഒരു ആത്മമിത്രമോ അല്ലെങ്കിൽ ഒരു ഉപദേശകനോ ഒന്നും ആയി, അല്ലെങ്കിൽ ഒരു വലിയ ബന്ധുവായിട്ടൊന്നും അവിശ്വാസികളെ നിങ്ങൾ സ്വീകരിക്കരുത്. മിൻ ദൂനിൽ മുഅ്മിൻ സത്യവിശ്വാസികളെ കൂടാതെ. നിങ്ങൾക്ക് അതിന് അങ്ങനത്തെ കാര്യങ്ങൾക്ക് ആരുണ്ട്, സത്യവിശ്വാസികൾ ഉണ്ട് എന്നാണ് അള്ളാഹുവിടെ പറയണത്. അതുരീദൂന അറാദ എന്നുള്ള വാക്കാണ്, അറാദ ഉദ്ദേശിച്ചു, അതുരീദൂന നിങ്ങൾ ഉദ്ദേശിക്കുന്നുവോ, അവിടെ എന്ന് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ വേർഡാണ്, നിങ്ങൾ ഉദ്ദേശിക്കുന്നുവോ, അൻ തജ്അലു ആക്കുവാൻ, നിങ്ങൾ ആക്കുവാൻ, ലില്ലാഹി അള്ളാഹുവിന്, അലൈക്കും നിങ്ങൾക്കെതിരെ, സുൽത്താനൻ ഒരു അധികൃത രേഖ അല്ലെങ്കിൽ ഒരു തെളിവ്, മുബീന വ്യക്തമായ, നിങ്ങൾക്കെതിരെ ഒരു തെളിവുണ്ടാക്കി വെക്കാൻ, അള്ളാഹുവിന്റെ അടുത്ത് ചെല്ലുമ്പോ നിങ്ങൾക്കെതിരെ ഒരു തെളിവുണ്ടാക്കാൻ തന്നെയാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്ന് ഇങ്ങനെ കൂട്ടുപിടിച്ചാൽ അത് നിങ്ങൾക്കെതിരെയുള്ള ഏറ്റവും വലിയ തെളിവായി മാറും എന്നാണ് അള്ളാഹു പറഞ്ഞു തരുന്നത്. അടുത്ത ആയത്തിൽ അള്ളാഹു പറഞ്ഞത് മുനാഫിക്കുകളുടെ സ്ഥാനം നരകത്തിൽ എവിടെയായിരിക്കും എന്നാണ് പറയുന്നത്. ഇന്നൽ മുനാഫിഖീന ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാരി വലൻ തജിദ ലഹും നസീറാ. ഇന്നൽ മുനാഫിഖീന നിശ്ചയമായും കപട വിശ്വാസികൾ, ഫിദ്ദർക്കിൽ അസ്ഫലി, ദർക്കിൽ അസ്ഫലി ഏറ്റവും താഴ്ന്ന പടിയിലാണ്, മിനന്നാർ നരകത്തിൽ നിന്നും, വലൻ തജിദ ലഹും അവർക്ക് നീ കണ്ടെത്തുകയേ ഇല്ല, നസീറ ഒരു സഹായിയെയും. അപ്പൊ ഈ കപട വിശ്വാസികള് നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിലായിരിക്കും എന്നാണ് പറയുന്നത്, ദർക്കിൽ അസ്ഫല്. അപ്പൊ ഇത് നരകത്തിന്റെ കുറെ പേരുകൾ ഖുർആൻ പറഞ്ഞു തരുന്നുണ്ട് അല്ലെ നമുക്ക്. ജഹന്നം, ഹുത്തമ, സക്കർ, ഹാവിയ, ലള, സഈർ, ജഹന്നം അല്ലെ, അങ്ങനെ കുറെ പേരുകൾ പറയുന്നുണ്ട്. അപ്പൊ ഈ പേരുകളെ പണ്ഡിതന്മാര് പറയണത് ഇത് നരകത്തിലെ ഓരോ ദറജകളാണെന്നാണ്, ഓരോരോ പൊസിഷനുകളാണ്, പല പല തട്ടുകളുണ്ട് നരകത്തിന്, അതിന്റെ ഓരോ തട്ടിന്റെ പേരാണ്. അപ്പൊ ഇത് ദർക്കിൽ അസ്ഫൽ എന്ന് വെച്ചാല് ഏറ്റവും താഴത്തെ സ്റ്റെപ്പാണ്, ഏറ്റവും താഴത്തെ ഏറ്റവും ശിക്ഷ കൂടുതലുള്ള സ്ഥലമാണ് ദർക്കിൽ അസ്ഫൽ എന്ന് പറയുന്നത്. അവിടെയാണ് കപട വിശ്വാസികളുടെ സ്ഥാനം എന്നാണ് പറയുന്നത്. അപ്പൊ അതുപോലെ തന്നെ സ്വർഗത്തിനും നമ്മൾ പല പേരുകളും ഖുർആൻ പറയുന്നുണ്ട് അല്ലെ. ജന്നാത്തുൽ ഫിർദൗസ് പറയുന്നുണ്ട്, പിന്നെ ദാറുസലാം, ദാറുൽ ആഖിറ, അൽ ജന്നത്ത്, പിന്നെ ജന്നത്തുൻ അദ്ൻ, ജന്നത്തുൽ ഖുൽദ്, ജന്നത്തുൻ നഈം, ജന്നത്തുൽ മഅവ, അങ്ങനെ ഒരുപാട് പേരുകൾ അവിടെയും പറയുന്നുണ്ട്. അതും സ്വർഗത്തിന്റെ ദറജകളാണെന്നാണ്, ഓരോ സ്റ്റെപ്പുകളാണ്, ഓരോ തട്ടുകളാണെന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ എന്താ പ്രാർത്ഥിക്കേണ്ടത്, ജന്നാത്തുൽ ഫിർദൗസ് ആണ് അല്ലെ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഫിർദൗസ അഅ്ലാ മിനൽ ജന്ന, ജന്നത്തിലെ ഏറ്റവും ഉന്നതമായ ഫിർദൗസ് ആണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ഈ പേരുകളൊക്കെ ഓരോ തട്ടുകളാണെന്നാണ് പറയുന്നത്. അപ്പൊ ഈ നരകത്തിന്റെ ഏറ്റവും താഴത്തെ തട്ടിലാണ് മുനാഫിക്കുകൾ, കാരണം അവർക്കാണ് ഏറ്റവും കൂടുതൽ ശിക്ഷ കിട്ടാൻ പോണെന്നാണ് അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ ഇന്നൽ മുനാഫിഖീന നിശ്ചയമായും കപട വിശ്വാസികൾ, ഫിദ്ദർക്കിൽ അസ്ഫലി ഏറ്റവും താഴ്ന്ന പടിയിലാണ്, മിനന്നാർ നരകത്തിൽ നിന്നും, വലൻ തജിദ ലഹും അവർക്ക് നീ കണ്ടെത്തുകയേ ഇല്ല, നസീറ ഒരു സഹായിയെയും.
ഇനി പറയാണ് ഈ മുനാഫിക്കുകളായി പോയി ആദ്യത്തെ കുറച്ച് എന്താണ് ജീവിതത്തിന്റെ ആദ്യ ഭാഗങ്ങളിലൊക്കെ നമ്മൾ കുറെ കാപട്യൊക്കെ കാണിച്ചു പോയി, അവർക്ക് ഇനി ഒരു തിരിച്ചുവരവില്ലേന്നാണ് അള്ളാഹു പറയുന്നത്. ഉണ്ട്. കാപട്യൊക്കെ കാണിച്ചു, പക്ഷെ അവർക്ക് മനസ്സിലായി ഇത് ശരിയല്ല. ഇപ്പൊ ഈ ആയത്തുകളൊക്കെ കേട്ടു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതൊക്കെ ഓതി കൊടുക്കുന്നുണ്ട് അല്ലെ. ഇതൊക്കെ ഈ കപട വിശ്വാസികളും കേൾക്കുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്, പഠിക്കണൊക്കെ ഉണ്ട്. ഇത് കേട്ടിട്ട് ആരെങ്കിലും ഇനി മാറ്റം വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അള്ളാഹു പറയാണ് നിങ്ങൾക്ക് മാറാം, നിങ്ങൾക്ക് തൗബ ചെയ്യാം. ഇനി ഈ നരകത്തിന്റെ അടിൽത്തട്ട് വേണ്ട എന്ന് ആഗ്രഹമുള്ളവർ എന്ത് ചെയ്യണം? തൗബ ചെയ്യണം എന്നാണ് അള്ളാഹു പറയുന്നത്. ഇല്ലല്ലദീന താബു, പശ്ചാത്തപിച്ചവരൊഴികെ. പശ്ചാത്തപിച്ച ആളുകൾ ഈ നരകത്തിന്റെ അടിത്തട്ടിൽ നിന്നും ഒഴിവാകുന്നവരാണ്. തൗബ ചെയ്താൽ മാത്രം പോരാ, പിന്നെ എന്ത് വേണം? അസ്ലഹു, നന്നാക്കണം. അല്ലെ, നമ്മൾ ഇതുവരെ ചെയ്ത തെറ്റുകളൊക്കെ ഉപേക്ഷിച്ച് നല്ല രീതിയിലോട്ട് നമ്മൾ മാറണം. പിന്നെന്ത് വേണം? വഅതസമൂബില്ല, അള്ളാഹുവിനെ മുറുകെ പിടിക്കണം. അതായത് അള്ളാഹുവിന്റെ മാർഗം ഏതാണോ അതിൽ എന്തൊക്കെ ബുദ്ധിമുട്ട് വന്നാലും നമ്മൾ അതിലെ മുന്നോട്ട് പോവുകയുള്ളൂ എന്നൊരു ദൃഢനിശ്ചയം വേണം. പിന്നെന്ത് വേണം? അഖ്ലസൂദീനഹും, മതത്തിന്റെ നിയമങ്ങളെ എന്താണ് വളരെ നിഷ്കളങ്കതയോടെ നമ്മൾ അതിനെ സ്വീകരിക്കണം. ഒരിക്കലും ബുദ്ധിമുട്ടിയിട്ടോ ഇനിയിപ്പൊ അത് ചെയ്യണ്ടേ, ചെയ്യാണ്ടിരുന്നാൽ എങ്ങനെയാ, സത്യവിശ്വാസികളെ കൂട്ടത്തിൽ പെടൂലല്ലോ, അങ്ങനെ കഷ്ടപ്പെട്ടിട്ടല്ല. നിങ്ങൾ വളരെ നിഷ്കളങ്കമായി ഏതൊരു പ്രവർത്തനം ചെയ്യുമ്പോഴും അത് അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ടും നാളെ ജന്നാത്തുൽ ഫിർദൗസ് നമുക്ക് വേണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടും വളരെ നിഷ്കളങ്കമായിട്ട് വേണം നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പൊ 4 കണ്ടീഷനുകളാണ് അള്ളാഹു പറഞ്ഞത് അല്ലെ. നിങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് മനസ്സിലായാൽ നിങ്ങൾ എന്ത് ചെയ്യണം? തൗബ ചെയ്യണം. പിന്നെ തൗബ ചെയ്താൽ മാത്രം പോരാ, നിങ്ങളുടെ കാര്യങ്ങളെയൊക്കെ നന്നാക്കണം. ഇതുവരെ ചെയ്ത തെറ്റുകളിൽ നിന്നൊക്കെ വിട്ടുനിന്ന്, പൂർണ്ണമായും വിട്ടുനിന്ന് നിങ്ങളുടെ കാര്യങ്ങളെയൊക്കെ നന്നാക്കുക. പിന്നെ അള്ളാഹുവിനെ മുറുകെ പിടിക്കുക. അള്ളാഹുവിന്റെ മുറുകെ പിടിക്കാൻ വെച്ചാൽ അള്ളാഹുവിന്റെ ദീനിന് അനുസരിച്ച് തന്നെ എത്ര ബുദ്ധിമുട്ടിയാലും അതിൽ തന്നെ മുന്നോട്ട് പോകുള്ളൂ എന്നുള്ളൊരു ഉറച്ച മനോഭാവം ഉണ്ടാവുക. പിന്നെന്താവുക? അഖ്ലസു ദീനഹും, മതത്തെ അള്ളാഹുവിന് നിഷ്കളങ്കമാക്കുകയും ചെയ്യുക. ഫഉലായിക്ക, ഇത്രയും ചെയ്തിട്ടുണ്ടെങ്കിൽ അക്കൂട്ടര് മഅൽ മുഅ്മിനീൻ, അങ്ങനെ ചെയ്ത ഇവര് സത്യവിശ്വാസികളുടെ കൂട്ടത്തിലായി. വസൗഫ, വഴിയെ യുഅ്തില്ലാഹു, അല്ലാഹു നൽകും അൽ മുഅ്മിനീന, സത്യവിശ്വാസികൾക്ക് അജ്റൻ അലീമ, വമ്പിച്ച മഹത്തായ പ്രതിഫലം നൽകും എന്നാണ് അള്ളാഹു പറയണത്. അപ്പൊ മുനാഫിക്കുകൾക്ക് എങ്ങനെ സത്യവിശ്വാസികളുടെ കൂട്ടത്തിലേക്ക് വന്നു ചേരാം എന്നാണ് അള്ളാഹു ഈ പറഞ്ഞത് അല്ലെ. ഇനി അള്ളാഹു പറയാണ്, നിങ്ങളെ ശിക്ഷിച്ചത് കൊണ്ട് അള്ളാഹ്ക്ക് എന്താ ചെയ്യാനുള്ളത്? അള്ളാഹ്ക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടാ? ഒരു നേട്ടവും ഇല്ല അല്ലെ. അള്ളാഹു കുറെ പേരെ ശിക്ഷിക്കാൻ വേണ്ടി, ശിക്ഷിച്ച് അങ്ങോട്ട് രസിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണെന്നൊക്കെ പറയും ചിലവര് അല്ലെ. ശിക്ഷിച്ചു മതിയായില്ലേ അള്ളാഹുവിന്, അങ്ങനെയൊക്കെ ചോദിക്കും. പക്ഷെ അള്ളാഹു ചോദിക്കുകയാണ്, നിങ്ങളെ ശിക്ഷിച്ചത് കൊണ്ട് അള്ളാഹ്ക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടോ? അള്ളാഹ്ക്ക് എന്തെങ്കിലും നേടാനുണ്ടോ? ഇല്ല. ശിക്ഷിക്കാണ്ടിരിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ നന്ദി കാണിക്കണം, അള്ളാഹുവിൽ വിശ്വസിക്കുകയും വേണം. ഈ വിശ്വാസം എന്ന് പറയുന്നത് ഒരു നന്ദിയുടെ സൂചകമാണ് അല്ലെ. അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളോട് നമ്മൾ നന്ദി കാണിക്കലാണ് അള്ളാഹുവിൽ വിശ്വസിക്കുക എന്നുള്ളത്. നമുക്കൊരു രോഗം വരുമ്പോഴോ അല്ലെങ്കിൽ നമ്മളുടെ അവയവങ്ങൾക്ക് എന്തെങ്കിലും കേടുപാട് പറ്റുമ്പോഴാണ് അതിന്റെ വില നമുക്ക് മനസ്സിലാവുന്നത് അല്ലെ. നമുക്കെല്ലാം വെറുതെ കിട്ടിയതുകൊണ്ട് നമ്മൾ അതൊന്നും ചിന്തിക്കണില്ല. അപ്പൊ അള്ളാഹു നമുക്ക് തന്ന അനുഗ്രഹങ്ങളോടുള്ളൊരു നന്ദി കാണിക്കലാണ് വിശ്വാസം എന്ന് നമുക്ക് അതിൽ നിന്ന് ചേർത്ത് വായിക്കാം അല്ലെ. ആയിട്ട് ഇങ്ങനെയാണ്, പ്രവർത്തിച്ചു അല്ലെങ്കിൽ ചെയ്തു. എന്ത് ചെയ്യാനാണ്? അള്ളാഹു ബി അദാബിക്കും, നിങ്ങളെ ശിക്ഷിച്ചത് കൊണ്ട്. അപ്പൊ നിങ്ങളെ ശിക്ഷിച്ചത് കൊണ്ട് അള്ളാഹുവിനെ എന്ത് ചെയ്യാനാണ്? ഇൻ ശകർത്തും, നിങ്ങൾ നന്ദി കാണിച്ചെങ്കിൽ, വ ആമൻതും, നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്തുവെങ്കിൽ, വ കാനല്ലാഹു, അള്ളാഹു ആകുന്നു ഷാക്കിറൻ, നന്ദി കാണിക്കുന്നവനാണ്, അലീമ, അറിയുന്നവനാണ്. ഇവിടെ അള്ളാഹു നന്ദി കാണിക്കുന്നവനാണെന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? നമ്മൾ അള്ളാഹുവിന്റെ അടിമയായ ഒരാള് പശ്ചാത്തപിച്ച് മടങ്ങാണ്. ആ പശ്ചാത്താപത്തെ അള്ളാഹു സ്വീകരിക്കുന്നു എന്നാണ് പറയുന്നത്. ഒരാളുടെ പശ്ചാത്താപം അള്ളാഹു കാണാണ്ട് അതിനൊരു വില കൽപ്പിക്കാണ്ട് അള്ളാഹു വിട്ട് കളയൂല. ആത്മാർത്ഥമായ ഒരു പശ്ചാത്താപം ആരുടെ ഭാഗത്തു നിന്നുണ്ടായെങ്കിലും അള്ളാഹു അത് സ്വീകരിക്കും എന്നാണ് ഈ ഷാക്കിറൻ എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നന്ദി കാണിച്ചു എന്ന് പറയണത്. നമ്മുടെ സമൂഹത്തിൽ ഒരാൾ തെറ്റ് ചെയ്തു, അല്ലെങ്കിൽ ഒരു തെറ്റുകാരനാണെന്ന് പൊതുവെ എല്ലാവരും അറിഞ്ഞു. എന്നിട്ട് പിന്നീട് അയാൾ പശ്ചാത്തപിച്ച്, എങ്ങനെയൊക്കെ പശ്ചാത്തപിച്ച് നന്നായാലും ആളുകൾ ആ കണ്ണോടുകൂടി അയാളെ കാണുള്ളൂ അല്ലെ. അന്ന് അയാളത് അങ്ങനെ ചെയ്തതല്ലേ എന്നൊരു തോന്നൽ എല്ലാവരുടെ ഉള്ളിലും ഉണ്ടാവും. അപ്പൊ അള്ളാഹു പക്ഷെ അങ്ങനെയല്ല. ഒരാളൊരു തെറ്റ് ചെയ്തു പശ്ചാത്തപിച്ചാൽ അള്ളാഹു ആ പശ്ചാത്താപത്തെ ഏറ്റവും നന്ദിയോടു കൂടിയാണ് സ്വീകരിക്കണേന്ന്. അള്ളാഹു അതിനത്രയും വില കൽപ്പിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അലീമ എന്ന് വെച്ചാൽ എന്താ? അറിയുന്നവരാണ്. എന്തറിയുന്നവൻ? ഈ പശ്ചാത്തപിച്ച ആളുടെ മനസ്സറിയുന്ന ആളാണല്ലേ അള്ളാഹു. ഒരാളിൽ വന്നിട്ടുള്ള മാറ്റം,
പണ്ട് അയാൾ അങ്ങനെ ആയിരിക്കാം, പിന്നീട് വന്ന മാറ്റമൊക്കെ കൃത്യമായി അറിയുന്നവനാണ് അള്ളാഹു. അപ്പൊ അത് ജനങ്ങളുടെ ഇടയിൽ നമുക്ക് ഒരിക്കലും അത് ആ കാര്യം എത്ര നന്മ ചെയ്താലും അതൊക്കെ മറന്നു പോകും. ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതാണ് എപ്പോഴും ഹൈലൈറ്റ് ചെയ്തെടുത്ത് പറയാ അല്ലെ. അതാണ് ഇവിടെ അള്ളാഹുവും നമ്മളും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ ഒരു പേജിൽ. ആദ്യം നമ്മൾ പറഞ്ഞു കപട വിശ്വാസികൾ ഇങ്ങനെ നോക്കി കാത്തിരിക്കുകയാണ് സത്യവിശ്വാസികൾക്ക് എന്തെങ്കിലും വരണത് അല്ലെ, എന്തെങ്കിലും ആപത്ത് വരണതോ അല്ലെങ്കിൽ വിജയം വരണതോ ഒക്കെ നോക്കിയിരിക്കുകയാണ്. ഇനി അവർക്കൊരു വിജയം വന്നാൽ ഇവർ ഓടി വന്നിട്ട് പറയും ഞങ്ങള് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് കേട്ടാ, ഞങ്ങൾ നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെയാണ് എന്ന് പറയും. എന്തിനാണ്? ഈ നേട്ടത്തിൽ നിന്നും, സത്യവിശ്വാസികൾക്ക് കിട്ടിയ നേട്ടത്തിൽ നിന്നും ഒരു ഓഹരി അവർക്ക് കിട്ടാനായിട്ട്. ഇനി അവിശ്വാസികൾക്കാണ് ഒരു നേട്ടം ഉണ്ടായാൽ നേരെ അവിടെ ചെന്നിട്ടും പറയും ഞങ്ങള് സത്യവിശ്വാസികളുടെ കൂടെ പോവാത്തോണ്ട് നിങ്ങളെ സഹായിക്കേണ്ട ചെയ്തത്, അപ്പൊ അതുകൊണ്ട് ഇതിൽ നിന്നും ഞങ്ങൾക്കൊരു ഓഹരി വേണം എന്നർത്ഥം. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കളിക്കുന്ന ഒരു സ്വഭാവമാണ് ഇവരുടെ എന്നാണ് പറയണത്. അള്ളാഹു പറഞ്ഞു ഇപ്പൊ നിങ്ങൾ എങ്ങോട്ട് വേണേലൊക്കെ മാറിക്കളിച്ചോ, ഖിയാമത്ത് നാളില് നിങ്ങൾക്കിടയിൽ ഞാനൊരു വിധി കൽപ്പിക്കും. ആരാണ് സത്യവിശ്വാസി, ആരാണ് കപടവിശ്വാസി, അല്ലെങ്കിൽ നരകത്തിൽ പോകേണ്ട ആളുകൾ എന്നൊക്കെ ഒരു വിധി അള്ളാഹു അന്ന് കൽപ്പിക്കുന്ന ഒരു താക്കീതാണ് അള്ളാഹു പറയണത് അല്ലെ. പിന്നെ അള്ളാഹു സത്യവിശ്വാസികൾക്ക് ഒരു ആശ്വാസം നൽകാണ്. ഒരിക്കലും അവിശ്വാസികൾക്ക് സത്യവിശ്വാസികളുടെ മേലൊരു വിജയം അള്ളാഹു ഒരിക്കലും ഉണ്ടാക്കൂല. ഈ ഇഹത്തിലും ഉണ്ടാക്കൂല, പരലോകത്തും ഉണ്ടാക്കൂല. അപ്പൊ താൽക്കാലികമായ വിജയങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ ആത്യന്തികമായ വിജയം സത്യവിശ്വാസികൾക്ക് തന്നെയാണെന്ന് അള്ളാഹു ഇവിടെ പറഞ്ഞു തരാണ്. പിന്നെ കപട വിശ്വാസികളെ കുറിച്ച് പറഞ്ഞു ഇവര് എന്താ അള്ളാഹുവിനോട് വഞ്ചന നടത്താണ്. കാരണം അള്ളാഹുവിനെ വിശ്വസിക്കുന്ന ആൾക്കാരായിട്ട് അഭിനയിച്ച് സത്യവിശ്വാസികളുടെ കൂടെയൊക്കെ പോവാണ്. പക്ഷെ ശരിക്കും നടക്കണം എന്താണ്? അള്ളാഹു ഇവരെയാണ് വഞ്ചിക്കണത് എന്ന് പറഞ്ഞു. ഇനി ഇവര് നമസ്കരിക്കാൻ പോയി നിന്നാൽ ഇവരെങ്ങനെയായിരിക്കും? വളരെ മടിയന്മാരായിട്ടായിരിക്കും നമസ്കാരത്തിന് പോയി നിൽക്കുക. വെറുതെ ആൾക്കാരെ കാണിക്കാൻ, ഞങ്ങള് ഈ സത്യവിശ്വാസികളുടെ കൂട്ടത്തിലുണ്ടെന്ന് കാണിക്കാനായിട്ട് നമസ്കാരത്തിന് പോയി നിൽക്കും. അവര് അള്ളാഹുവിനെ അല്പമല്ലാതെ ഓർക്കൂലാന്ന്. ഈ നമസ്കരിക്കാൻ നമ്മൾ ചെന്ന് നിൽക്കണം എന്തിനാണ്? അള്ളാഹുവിനെ ഓർക്കാനാണ്. അപ്പൊ നമ്മൾ ഓരോരുത്തരും നമ്മളുടെ നമസ്കാരത്തെ കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കാം, നമ്മൾ എത്രത്തോളം അള്ളാഹുവിനെ ഓർക്കുന്നുണ്ട്. ഒരു കപട വിശ്വാസിയുടെ ലക്ഷണമായിട്ടാണ് അള്ളാഹുവിടെ പറഞ്ഞത്. കപട വിശ്വാസികള് നമസ്കാരത്തിൽ അള്ളാഹുവിനെ വളരെ കുറച്ചു മാത്രമേ ഓർക്കുള്ളൂ എന്ന്. നമുക്കും നമ്മുടെ നമസ്കാരത്തില് ഓർമ്മയില്ലാത്ത പല കാര്യങ്ങളും, മറന്നുപോയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരണത് അപ്പോഴായിരിക്കും അല്ലെ. അപ്പൊ അത് നമ്മളുടെ ഈമാന് എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് അതിൽ നിന്ന് ഓരോരുത്തർക്കും അനലൈസ് ചെയ്യാനുള്ള ഒരു കാര്യമാണ് അള്ളാഹുവിടെ പറഞ്ഞു തന്നിട്ടുള്ളത്. അള്ളാഹു നമ്മളെയൊക്കെ കാക്കട്ടെ. നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ നമസ്കാരം നിർവഹിക്കാനും അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെട്ട അമലുകൾ ചെയ്യാനും ഒക്കെ അള്ളാഹു സാധിപ്പിച്ചു തരട്ടെ അല്ലെ. ആമീൻ. പിന്നെ പറഞ്ഞു ഇവരുടെ സ്വഭാവം, ഇവരെന്താണ്? ആടിക്കളിക്കുന്നവരായിരിക്കും. ഈ കൂട്ടരിലേക്കുമല്ല ആ കൂട്ടരിലേക്കുമല്ല, എവിടെ ഉറച്ചു നിൽക്കാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കളിക്കുന്ന ഒരു സ്വഭാവമാണ് ഇവർക്കുള്ളത് എന്നാണ് അള്ളാഹു പറഞ്ഞത്. അവർക്കൊരു കൃത്യമായൊരു മാർഗം കണ്ടെത്താൻ പറ്റൂല ഈ അള്ളാഹു വഴിപിഴവിലാക്കിയ ആളുകളെ അല്ലെ. അള്ളാഹു വഴിപിഴവിലാക്കണത് എങ്ങനെയാണ്? അവരുടെ പ്രവർത്തികൾ കൊണ്ട് തന്നെയാണ് അള്ളാഹു ചില ആളുകളെ വഴിപിഴവിലാക്കണത്. പിന്നെ അവരെ ഒരു നേർമാർഗത്തിലാക്കാൻ ആര് വിചാരിച്ചാലും സാധിക്കൂല എന്നാണ് അള്ളാഹു പറഞ്ഞത്. പിന്നെ സത്യവിശ്വാസികളോട് പറഞ്ഞു സത്യവിശ്വാസികളെ നിങ്ങൾ ഒരിക്കലും ഈ അവിശ്വാസികളെ മിത്രങ്ങളായി അല്ലെങ്കിൽ നിങ്ങളുടെ കൈകാര്യ കർത്താക്കളാക്കി നിങ്ങൾ സ്വീകരിക്കരുത്. സത്യവിശ്വാസികൾക്ക് പകരമായി നിങ്ങൾക്ക് അങ്ങനെ ഒരു മിത്രമായി സ്വീകരിക്കാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഉപദേഷ്ടാവായി സ്വീകരിക്കാനോ ഒക്കെ ആരുണ്ട്? ഇവിടെ സത്യവിശ്വാസികളുണ്ട്, അവരെയാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത് എന്നാണ് അള്ളാഹു പറയണത്. അപ്പൊ ഇനി അങ്ങനെ നിങ്ങൾ അവിശ്വാസികളുമായി വല്ല കൂട്ടുകെട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്കെതിരിൽ അള്ളാഹുവിന്റെ അടുത്ത് നിങ്ങൾ തന്നെ ഒരു തെളിവുണ്ടാക്കലാണെന്ന് അള്ളാഹു പറഞ്ഞു തരാണ്. വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ അള്ളാഹു പറഞ്ഞു തരുന്നുണ്ട്. ഇനി അവിടെ ചെല്ലുമ്പോ ഖിയാമത്ത് നാളില് നിങ്ങൾക്കെതിരെ ഒരു തെളിവ് ഇവിടെ കാണുമ്പോ അയ്യോ ഞാനിത് അറിഞ്ഞില്ല എന്ന് പറയാൻ നമുക്ക് പറ്റൂല അല്ലെ. ഈ ഒരു ആയത്തിന്റെ സന്ദർഭം ഇതാണ്. എന്താ? സത്യവിശ്വാസികളും അവിശ്വാസികളും ചേരി തിരിഞ്ഞു നിൽക്കണ ഒരു സമുദായം, അങ്ങനെ യുദ്ധങ്ങൾ നടക്കുന്നുണ്ട് അല്ലെ. ആ ഒരു സമയത്താണ് അള്ളാഹു പറഞ്ഞത് ഒരിക്കലും നിങ്ങൾ അവിശ്വാസികളെ നിങ്ങളുടെ മിത്രങ്ങളായി സ്വീകരിക്കരുത് എന്ന്. ഒരിക്കലും നമ്മളിപ്പോ ജീവിക്കുന്ന ഒരു ചുറ്റുപാടിനെ ആസ്പദമാക്കിയിട്ടുള്ള ആയത്തല്ല. നമ്മളുടെ നാട്ടിൽ നമ്മൾ പല മതസ്ഥരും ഒരുമിച്ച് ജീവിക്കുകയാണ്. അപ്പൊ എന്താ നമ്മൾ വേണ്ടത്? നമ്മളെല്ലാവരുമായും സഹകരിച്ച് ജീവിക്കുക. വിശ്വാസത്തിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചയൊന്നുമില്ല അല്ലെ. അവർക്ക് അവരുടെ മതം, നമുക്ക് നമ്മുടെ മതം എന്നുള്ള രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. പിന്നെ പറഞ്ഞു ഈ കപട വിശ്വാസികള് നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിലായിരിക്കും ഉണ്ടായിരിക്കുക എന്ന് പറഞ്ഞു. അവരെ അവിടെ സഹായിക്കാൻ ഒരാളും ചെല്ലൂല എന്ന് അള്ളാഹു പറഞ്ഞു തരാണ് അല്ലെ. ഇനി കപട വിശ്വാസി ആയി പോയി, ആദ്യം ഇങ്ങനെ കുറെ തെറ്റൊക്കെ നമുക്ക് പറ്റിപ്പോയി, ഇനി എനിക്ക് കപട വിശ്വാസി ആവണ്ട, സത്യവിശ്വാസി ആവണമെങ്കിൽ ഇയാൾ എന്ത് ചെയ്യണം? അയാൾ ആദ്യം തന്നെ പശ്ചാത്തപിക്കണം. ചെയ്തു പോയ തെറ്റിനൊക്കെ അള്ളാഹുവിനോട് പശ്ചാത്തപിച്ച് മടങ്ങുക. എന്നിട്ട് പിന്നെ അയാളുടെ കാര്യങ്ങളൊക്കെ നന്നാക്കുക. ഇനി ചെയ്യണ കാര്യങ്ങളൊക്കെ ഏറ്റവും നല്ല രീതിയിലായിരിക്കുക. പിന്നെ എന്ത് ചെയ്യുക? അള്ളാഹുവിനെ മുറുകെ പിടിക്കുക. അള്ളാഹുവിനെ മുറുകെ പിടിക്കുക വെച്ചാൽ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് പൂർണ്ണമായും ഇനി എന്തൊക്കെ തന്നെ പ്രതിസന്ധികൾ ഉണ്ടായാലും ഞാൻ ഇതനുസരിച്ച് എന്നെ നീങ്ങുള്ളൂ എന്നൊരു കുറച്ച തീരുമാനം ഉണ്ടാവുക. വാഹ്ലസൂദീനഹും, മതത്തെ നിഷ്കളങ്കമായിക്കൊണ്ട്
കീഴൊതുങ്ങുക അല്ലെ. മതത്തിൽ ഏതൊരു നിയമം പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് അള്ളാഹുവിന് വേണ്ടിയാണ്, വേറൊരാൾക്കും അതിൽ പങ്കില്ല. നമ്മൾ ഏതൊരു കാര്യം ചെയ്യുന്നത് ആൾക്കാരെ കാണിക്കാനാവരുത്, അല്ലെങ്കിൽ എനിക്ക് പേര് കിട്ടാനാവരുത്. അവിടെ വളരെ നിഷ്കളങ്കമാണ് വേണ്ടത്. നിഷ്കളങ്ക മനോഭാവത്തോടു കൂടി ആയിരിക്കണം നമ്മളൊരു ഖുർആൻ പാരായണമായാലും, അല്ലെങ്കിൽ ഒരു നമസ്കാരമായാലും, ഒരു സക്കാത്ത് ആയാലും, സ്വതക്ക ആയാലും ഒക്കെ ചെയ്യേണ്ടത് എന്താണ്? നമുക്ക് അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം മാത്രമേ നമ്മൾ അവിടെ മോഹിക്കാൻ പാടുള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെ ആയി തീർന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ മഅൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളുടെ കൂടെയാണെന്നാണ് അള്ളാഹു പറഞ്ഞത്. വഴിയെ ഈ സത്യവിശ്വാസികൾക്ക് അള്ളാഹു മഹത്തായ പ്രതിഫലം നൽകുമെന്നും അള്ളാഹു നമുക്ക് വാഗ്ദാനം നൽകുകയാണ്. ഈ അടുത്ത ആയത്തിൽ അള്ളാഹു പറഞ്ഞ, മനുഷ്യരെ നിങ്ങളെ ശിക്ഷിച്ചത് കൊണ്ട് അള്ളാഹ്ക്ക് എന്തെങ്കിലും നേടാനുണ്ടോ? ഇല്ല, ഒന്നും നേടാനില്ല. നിങ്ങൾ എന്ത് വേണം ശിക്ഷിക്കാണ്ടിരിക്കണമെങ്കിൽ? നിങ്ങൾ നന്ദി കാണിക്കണം, വിശ്വസിക്കണം. അള്ളാഹു നൽകിയ ഓരോ അനുഗ്രഹത്തിനും നമ്മൾ നന്ദി കാണിക്കുക. ആ നന്ദിയിൽ നിന്നാണ് നമ്മളുടെ വിശ്വാസം ഉണ്ടാവേണ്ടത്. നിങ്ങൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അള്ളാഹുവിനെ നിങ്ങൾക്ക് കാണാം, എങ്ങനെ ഒരു നന്ദിയുള്ളവനായിട്ട് കാണാം. അതിന്റെ അർത്ഥം എന്താ? നമ്മൾ ചെയ്യണ ഓരോ അമലും അള്ളാഹു വളരെ കൃതജ്ഞതയോടെ ഇഷ്ടത്തോടു കൂടി അത് സ്വീകരിക്കും എന്നാണ് പറയണത്. അലീമ, ഏറ്റവും നന്നായി അറിയും അല്ലെ. നമ്മൾ ചെയ്യണ ഓരോ കാര്യവും നിഷ്കളങ്കമായിട്ടാണോ അള്ളാഹുവിന് വേണ്ടിയിട്ടാണോ എന്നൊക്കെ കൃത്യമായി അറിയുന്നവനാണ് അള്ളാഹു എന്നാണ് ഈ ആയത്തിൽ അള്ളാഹു പറഞ്ഞു തന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ ഒരു പേജില്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്തൊരു ഓഡിയോ നോക്കാം. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته.